ഇപ്പൊ നോക്കൂ, നമ്മൾ ഒരു കടലിന് മുന്നിലാണ് നിൽക്കുന്നത്. ഈ കടലാണ് ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം. കാലങ്ങളായി അങ്ങനെ തന്നെയാണ് അവർ ആ തീരത്ത് കടലിനോട് പടവെട്ടി തന്നെയാണ് ജീവിച്ചിരുന്നത്. പക്ഷേ കാലാവസ്ഥ മാറി, കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായി. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇതേ കടൽ അവർക്ക് വലിയ അപകടമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപകടം ഉണ്ടായാൽ മത്സ്യത്തൊഴിലാളികളെ എത്ര വേഗത്തിൽ രക്ഷിക്കാൻ കഴിയും എന്നൊരു ചോദ്യമില്ലേ? നമ്മുടെ രക്ഷാ സംവിധാനം അതിന് തയ്യാറാണോ എന്നൊരു ചോദ്യമില്ലേ? എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്തേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അപ്പോ വിശദമായി നമുക്ക് നോക്കാം എന്തു ചെയ്യാൻ സാധിക്കും കടലിന്റെ മക്കൾക്ക് വേണ്ടി എന്ന്. കടലിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, അവിടെ നമ്മുടെ ചുറ്റും ഇവിടെ ഒരു കപ്പലുണ്ട്, ഇവിടെ ഒരു ബോട്ടുണ്ട്, അവിടെ ഒരു മത്സ്യബന്ധന ബോട്ടുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ യാത്ര പുറപ്പെടാൻ, മത്സ്യബന്ധനത്തിന് വേണ്ടി പോകാൻ തയ്യാറായി നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മത്സ്യബന്ധന ബോട്ടുകൾ നിരവധി, ഇപ്പം ശംഖുമുഖം പോലെയുള്ള ഇടങ്ങളിൽ, വിഴിഞ്ഞം പോലെയുള്ള ഇടങ്ങളിൽ, നീണ്ടകര പോലെയുള്ള ഇടങ്ങളിൽ നമ്മൾ പോയി നോക്കുകയാണ് എങ്കിൽ, രാത്രികളിലൊക്കെ പോവുകയാണെങ്കിൽ നിറയെ ഈ ബോട്ടുകളിൽ നിന്നുള്ള വെളിച്ചം ദൂരെ കടലുകളിൽ നമുക്ക് കാണാൻ കഴിയും. 100 കണക്കിന് ബോട്ടുകളാണ് ഓരോ രാത്രിയും അന്നം തേടി പോകുന്നത്. അങ്ങനെ പോകുന്ന ബോട്ടുകൾ, ജീവൻ പണയം വെക്കുന്ന മത്സ്യത്തൊഴിലാളികൾ. നമുക്ക് കണക്കുകളിൽ നിന്നൊന്ന് തുടങ്ങിയാലോ, എന്താണ് സംഭവിക്കുന്നത് എന്ന്? ആ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. അതുകൂടി നോക്കിയാൽ നമുക്ക് ആ ചിത്രം വളരെ വ്യക്തമാകും എന്നതാണ്. രക്ഷാപ്രവർത്തനം എങ്ങനെ നടന്നു എന്നത് സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ 2015-16 എത്ര രക്ഷാപ്രവർത്തനം നടന്നു? 348 2015-16 അങ്ങനെ രക്ഷപ്പെടുത്തിയ ജീവനുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2415. ഇനി 10 വർഷത്തിനിപ്പുറം 2025-26 എത്ര രക്ഷാപ്രവർത്തനം നടന്നു? 560 രക്ഷാപ്രവർത്തനങ്ങൾ, ഏതാണ്ട് ഇരട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന അത്രയും രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞ മനുഷ്യരുടെ എണ്ണം എന്ന് പറയുന്നത് ഏതാണ്ട് 3 ഇരട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. 2025-26 വർഷത്തിൽ 6556 പേരെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. അത് വലിയ ആശ്വാസമുള്ള കാര്യമാണ്. പക്ഷേ അപകട മരണങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് അതിലും വർധനവ് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. 2015-16 43 പേരുടെ അപകട മരണമാണ് ഉണ്ടായതെങ്കിൽ 2025-26 55 പേർ. ഒരൊറ്റ വർഷം കൊണ്ട് നമ്മുടെ തീരസമൂഹത്തിൽ നിന്ന്, തീരദേശത്തെ മനുഷ്യരിൽ 55 പേരെ കടലെടുത്തു പോയിരിക്കുന്നു എന്നതാണ്. അപ്പോൾ ആ വ്യത്യാസം, ഈ ഒരു കണക്കിൽ നിന്ന് ആ പ്രശ്നത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകും. 2015-16 348 രക്ഷാപ്രവർത്തനങ്ങൾ നടന്നു. 2025-26 അത് 560 രക്ഷപ്പെടുത്തിയ ജീവനുകളുടെ എണ്ണം 2415 നിന്ന് 6555 പക്ഷേ മരണങ്ങൾ 43 നിന്ന് 55. അതായത് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്, കൂടുതൽ പേരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. പക്ഷേ കടലിലെ അപകട സാധ്യത ഇപ്പോഴും ഗൗരവമുള്ളതായി തുടരുന്നു എന്നതാണ്. പ്രശ്നം എവിടെയാണ്? എന്തുകൊണ്ടാണ് അപകടങ്ങളുടെ എണ്ണം കൂടുന്നത്? അതുകൂടി നമുക്ക് പരിശോധിക്കാം. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി നമ്മുടെ മുന്നിലേക്ക് വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മുന്നറിയിപ്പ് വൈകുന്നു എന്നതൊരു വലിയ പ്രശ്നമാണ്. രക്ഷാപ്രവർത്തകർ കുറവാണ് എന്നത് മറ്റൊരു പ്രശ്നമാണ്. ഏകോപനക്കുറവ്, ഉപകരണങ്ങളുടെ കുറവ് എന്നതാണ്. കാലാവസ്ഥ ഒരു വലിയ വെല്ലുവിളിയാണ് എന്നത് പ്രധാനമാണ്. അങ്ങനെ വരുമ്പോൾ അപകട സാധ്യത സംബന്ധിച്ച മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് എത്തണം. അവർ പോയി കഴിഞ്ഞു മതിയോ? പോരാ. അതാണ് നേരത്തെ ജോണിന്റെ മകൻ പറഞ്ഞത്. ആ മുന്നറിയിപ്പ് വരുമ്പോഴത്തേക്കും അച്ഛൻ കടലിൽ പെട്ടുകഴിഞ്ഞു എന്നത്. നിലവിൽ അതൊരു വലിയ വെല്ലുവിളിയാണ് എന്നതാണ് പ്രശ്നം. അടുത്തത് പരിശീലനം ലഭിച്ച രക്ഷാപ്രവർത്തകരുടെ കുറവുണ്ട് എന്നതാണ്. അതിനൊപ്പം വിവിധ വകുപ്പുകളുടെ രക്ഷാ സംവിധാനങ്ങളുടെയും പ്രവർത്തനം കൃത്യമായി ഏകോപിപ്പിക്കാൻ കഴിയുന്ന പ്രശ്നമുണ്ടാകും. ഒരു പ്രശ്നമുണ്ട്, ഒരു അപകടമുണ്ട് എന്നറിഞ്ഞാൽ ആരുടെയും നിർദ്ദേശവുമില്ലാതെ കരയിൽ നിന്ന് അവരെ തേടി പോകാൻ കഴിയുന്ന വളരെ ആക്റ്റീവായ ഒരു രക്ഷാ സംവിധാനം വേണമെന്നത് അവരുടെ ആവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപകരണങ്ങളുടെ കുറവ് കൂടിയാണ്. നോക്കൂ, മത്സ്യത്തൊഴിലാളികൾ പോകുന്നത് വള്ളവും വലയുമായിട്ടാണ്. അവരെ കണ്ടുപിടിക്കാൻ ശാസ്ത്രീയമായ ഉപകരണങ്ങളുടെ ആവശ്യം വേണമെന്നതാണ്. പ്രതീക്ഷയോടെ പുറപ്പെടുന്ന മത്സ്യബന്ധന ബോട്ടുകൾ, കാലാവസ്ഥാ മാറ്റങ്ങൾ പലപ്പോഴും അപ്രതീക്ഷിതമാണ്. അവിടെ മുന്നറിയിപ്പ് എത്രത്തോളം പ്രധാനമാണ് എന്നതാണ്. എങ്ങനെ വേണം മുന്നറിയിപ്പ് എന്നത് കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. നോക്കൂ, അതുമായി ബന്ധപ്പെട്ട കാര്യം ഒന്ന്, കാലാവസ്ഥാ മുന്നറിയിപ്പ്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അപകടമുണ്ടായതിനു ശേഷമുള്ള രക്ഷാപ്രവർത്തനം മാത്രമല്ല, അപകടമുണ്ടാകുന്നതിന് മുമ്പ് ലഭിക്കുന്ന മുന്നറിയിപ്പാണ്. പ്രശ്നമുണ്ട് എന്ന മുന്നറിയിപ്പ് വളരെ കൃത്യമായി കാണും. കാലാവസ്ഥാ മുന്നറിയിപ്പ് മാത്രം പോരെ, ഏത് തീരപ്രദേശമാണ്, കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാണ് എന്ന പ്രാദേശികമായ മുന്നറിയിപ്പ് കിട്ടണം എന്നതാണ്. ഈ മേഖലയിലാണ് കടൽ കൂടുതൽ പ്രക്ഷുബ്ധമെന്ന് അവർക്ക് അറിയാൻ കഴിയണം. അങ്ങനെ അറിയിപ്പ് കിട്ടിയാൽ അവർ കടലിൽ പോകാതിരിക്കാനും ഉള്ള മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. ഈ വിവരങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൃത്യമായി കിട്ടണം. കാരണം കടലിൽ നഷ്ടപ്പെടുന്ന ഏതാനും മിനിറ്റുകൾ പോലും നിർണായകമാണ് എന്നതാണ്. അപ്പോൾ ബോട്ടിലേക്ക് ഉടൻ വിവരം എത്തിക്കാൻ കഴിയണം എന്നതാണ് ഏറ്റവും പ്രധാനം. അടുത്തതാണ് ഏറ്റവും നിർണായകമായ ഘട്ടം. രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നതുകൂടി പരിശോധിക്കാം. നമ്മുടെ മുന്നിൽ ഈ 4 ഓപ്ഷനുകൾ വരികയാണ്. ഒരു അപകടം സംഭവിച്ചാൽ ഒരു സംവിധാനം മാത്രം പ്രവർത്തിച്ചാൽ പോരാ.
അപകട വിവരം ഉടൻ ലഭിക്കണം. പലപ്പോഴും നോട്ടിക്കൽ മൈലുകൾ അപ്പുറത്തായിരിക്കും ബോട്ടുകളുള്ളത്. കടൽ പ്രക്ഷുബ്ധമാണെങ്കിൽ, ബോട്ട് തകരുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ, വള്ളം മറിയുന്ന സാഹചര്യം ഉണ്ടായാൽ എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തണം എന്നതാണ്. അപ്പോൾ വിവരം രക്ഷാപ്രവർത്തകരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തണം. ആവശ്യമായ ബോട്ടുകളോ വിമാനങ്ങളോ ആളില്ലാ വിമാനങ്ങളോ ഉടൻ വിന്യസിക്കാൻ കഴിയണം എന്നതാണ്. ഒടുവിൽ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കണം എന്നതുമുണ്ട്. ഈ മുഴുവൻ നടപടിയിലും ഉണ്ടാകുന്ന ഓരോ താമസവും അപകട സാധ്യത വർദ്ധിപ്പിക്കും എന്നതാണ് അവരുടെയൊക്കെ അനുഭവം. കടൽ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗമാണ്, ജീവനോപാധിയാണ്. കടലിൽ പോയിട്ടില്ല എങ്കിൽ അന്നം മുട്ടും എന്നതാണ് യാഥാർത്ഥ്യം. സ്വന്തം ജീവൻ പണയം വെച്ച് അവർ കടലിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ തന്നെയാണ് അവർ ജീവിച്ചത്. അതുതന്നെയാണ് അവരുടെ ജീവിത സാഹചര്യം, അവരുടെ പണി, ജോലി. അതാണ്. രണ്ടു കാര്യങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. എന്തൊക്കെയാണ്? നമ്മുടെ മുന്നിലേക്ക് ആ വിവരങ്ങൾ കൂടി വരികയാണ്. കടലിലെ അപകടത്തിൽ മാത്രം അവസാനിപ്പിക്കുന്നതല്ല മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നം. മോശം കാലാവസ്ഥ കാരണം ദിവസങ്ങളോളം കടലിൽ പോകാൻ കഴിയാതെ വന്നാൽ വരുമാനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് സുരക്ഷയ്ക്കൊപ്പം ജീവിതോപാധിയുടെ കാര്യത്തിൽ കൂടി അവർക്ക് ഒരു ഉറപ്പ് കിട്ടണം എന്നതാണ്. കടലിൽ പോകരുതെന്ന് പറയുന്ന ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ വരുമാന നഷ്ടം എങ്ങനെ പരിഹരിക്കാമെന്നതും സർക്കാർ സംവിധാനങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ കടൽ പൂർണ്ണമായും ശാന്തമാക്കാനൊന്നും നമുക്ക് കഴിയില്ല. നമ്മൾ പറയാറുണ്ടല്ലേ, തിരയടങ്ങിയിട്ട് കടലിലേക്ക് വള്ളമിറക്കാൻ കഴിയില്ല. കാലാവസ്ഥ മാറുന്നതും തടയാൻ കഴിയില്ല. പക്ഷേ അപകടമുണ്ടായാൽ ഒരു മത്സ്യത്തൊഴിലാളിയെ എത്ര വേഗത്തിൽ കണ്ടെത്തണം, എത്ര വേഗത്തിൽ രക്ഷിക്കണം, അത് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം. മുന്നറിയിപ്പ് എത്ര നേരത്തെ നൽകണം എന്നതും നമുക്ക് തീരുമാനിക്കാൻ കഴിയും. രക്ഷാപ്രവർത്തകർ എത്ര വേഗത്തിൽ എത്തണം എന്നതും നമുക്ക് തീരുമാനിക്കാൻ കഴിയും. അതിനാൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ കടലിന്റെ മാത്രം പ്രശ്നമല്ല, അത് നമ്മുടെ സംവിധാനത്തിന്റെ കാര്യക്ഷമതയുടെ കൂടി പരീക്ഷണമാണ്. കടലിലേക്ക് നാളെ വീണ്ടും പോകുന്ന ഓരോ മത്സ്യത്തൊഴിലാളിക്കും വേണ്ടത് ഒരു ഉറപ്പാണ്. അപകടമുണ്ടായാൽ തങ്ങളെ കണ്ടെത്താനും രക്ഷിക്കാനും ഒരു സംവിധാനം ഇവിടെ ഉണ്ടാകും എന്ന ഉറപ്പ്.